സാർ യെസ് ഒരു സംശയം. യെസ് ടെൽ മീ അസ്മി. സംശയം എന്നും നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമുക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സീക്വൻസ് നമ്മൾ അഭിനയിക്കുന്നു. എന്നിട്ട് ഞാൻ ഡബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ചു നേരം കണ്ണടച്ചിട്ട് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എൻ്റെ ലൈഫിൽ നടന്ന എന്തെങ്കിലും കുറച്ചു നേരം ആലോചിക്കുമ്പോൾ എനിക്ക് കണ്ണ് നിറയുകയും എന്താണ് ബുദ്ധി? ഒരു വൈബ്രേഷൻ വരും ചെയ്യും. ദെൻ ഞാൻ എന്ത് വോയിസിൽ കൊണ്ടുവരും. അനി രാവണൻ 10 തലയാ ഇവന്. അല്ല അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് അങ്ങനത്തെ ഒരു സീൻ എടുക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം അങ്ങനെ പ്രിപ്പറേഷൻ എടുക്കും. എനിക്കത് ശീലമില്ല. ഞാൻ ഒരു സങ്കടമായ കാര്യങ്ങൾ മനസ്സിലുണ്ടാക്കിയെടുത്ത് ചെയ്യുമ്പോൾ അത് മോഹൻലാലായിട്ടാണ് വരാൻ പോകുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സീൻ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ആരെങ്കിലും മരിച്ചുപോയതിനെ പറ്റിയൊക്കെ ആലോചിച്ച് നീ എന്നെ കളിയാക്കുക അല്ല കാര്യമായിട്ടാക്കിയതാ. കൂടുതൽ തൊലിക്കല്ലേ. ഇങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു ആക്ടറും അല്ല ഞാൻ. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. എനിക്ക് കുറേ കാലം കൊണ്ട് ചോദിക്കണം തോന്നിയൊരു കാര്യം, പൊതുവേ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഒരു രക്ഷപ്പെടൽ എപ്പോഴും കാണുന്നുണ്ട്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഉത്തരം പറയാൻ പല കാര്യങ്ങൾക്കും ഉത്തരം ഉള്ളിലുണ്ട്. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ നേരത്തെ ഒരു ഉത്തരം കണ്ടിരിക്കുന്നു. അതാണ് കിട്ടിയല്ലോ ഇവിടെ ഇരി. ആ ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ധർമ്മം, ഉത്തരം പറയാന്ന് പറയുന്നത് എൻ്റെ ധർമ്മം. ഞാനെന്ത് പറയാൻ വല്ല കാര്യമുണ്ട്. നിങ്ങൾ ഒരു കാര്യം എന്നോട് ചോദിച്ചു, എനിക്ക് അപ്പം മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. യു ആർ പ്രിപ്പയർഡ്. ഞാൻ ഒരു ധാരണ ഇല്ലാതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുന്നതിന്റെ ഒരു റിഫ്ലക്സ് ആണ്. ഞാൻ തീരുമാനിക്കും. ഇയാളെ പാട്ട് പോയെ പറഞ്ഞപ്പോരെ എന്തിനു ദേഷ്യപ്പെടണേ. അന്ന് ഞാൻ കാണുമ്പോൾ ഉള്ളൊരു കുസൃതി മോഹൻലാൽ ഉണ്ടായിരുന്നു. ഇത് തീർന്നില്ലേ? ഇപ്പൊ അതിനും കുതർക്ക ഉത്തരം പറയില്ലേ. തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ. ഇന്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് സീരിയസ് ആവും. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. അത് അങ്ങയുടെ ചോദ്യത്തിനനുസരിച്ചിരിക്കും. നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ പറയാവുന്ന കാര്യം ഒരുപാട് ആൾക്കാർ കാണുന്നതല്ലേ. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറയണോ? ഏറ്റവും നല്ല കഥാപാത്രം ചെയ്യണമെന്ന് പറയുന്ന ഒരാൾക്ക് വർഷത്തിൽ ഒരു നല്ല പടം ചെയ്താലും പോരെ. ഓ നിങ്ങളിവിടെ അടി ചോദിച്ചു പഠിക്കാൻ വന്നതാണ്. ഞാനൊരു 2 വർഷത്തിലൊരു സിനിമ ചെയ്തിട്ട് എന്താ കാര്യം? ആ സിനിമ മോശമാണെങ്കിൽ ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടോ. എന്റെ വിത്തി കണ്ടത്തിൽ ഇറങ്ങില്ല. ഇല്ല.